നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലത്തെ തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടം, 3 പേർക്ക് പരിക്കേറ്റു. ചാമക്കാല നഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആത്മീയ സമ്മേളനം നടത്തി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഡിസംബർ 20-21 തീയതികളിലായി തൃപ്രയാറിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്തെ തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കയ്പമംഗലം കൂരിക്കുഴി പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അനധികൃതമായി കരവല നടത്തിയ ക്യൂൻമേരി, സദക്കത്തുള്ള, കുളദേശു എന്നീ 3 ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഹാർബറിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച 71,100 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 3 ബോട്ടിനും കൂടി 4,10,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് മീൻപിടുത്തം നടത്തിയതിനും കണ്ണിവലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള 20 മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത്. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസി, അഴീക്കോട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡ്മാരായ റഫീഖ്, കൃഷ്ണപ്രസാദ്, ശ്രേയസ് എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്. കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടം, 3 പേർക്ക് പരിക്കേറ്റു. രാവിലെ 9 മണിയോടുകൂടിയാണ് ദേശീയപാത സർവീസ് റോഡിൽ അപകടമുണ്ടായത്. 2 ബൈക്കുകളും കാറുമാണ് കൂട്ടിയിടിച്ചത്. മുന്നിൽ പോയിരുന്ന ബൈക്കുകൾ കൂട്ടിയിടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട അയ്യപ്പ ഭക്തരുടെ കാർ ബൈക്കിലും മറ്റൊരു കാറിലും തട്ടി കാനയിലേക്ക് മറിയുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരായ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് സലീം, ഭാര്യ സീനത്ത്, വലപ്പാട് സ്വദേശി മുഹമ്മദ് സാബിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചളിങ്ങാട് ശിഹാബ് തങ്ങൾ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെലുങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തി. ചാമക്കാല നഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആത്മീയ സമ്മേളനം നടത്തി. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചാൻസലർ പാണക്കാട് സയ്യിദ് സ്വദീഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. VS അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. ചാമക്കാല മഹൽ ഗാളി മുഹമ്മദ് കോയ തങ്ങൾ, ജമലുല്ലൽ മജ്ലിസുന്നുൽ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി. സ്വാലിഹ് അൻവരി ചേകനൂർ മുഖ്യപ്രഭാഷണം നടത്തി. നഹ്ജുർ റഷാദ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ, MB സുലൈമാൻ ബുഗാരി എന്നിവർ സംസാരിച്ചു. ദിശാബോധം നൽകുന്ന ഒരുപാട് യുവ പണ്ഡിതന്മാർക്ക് രൂപം കൊടുക്കുവാൻ ഇൻഷാ അല്ലാഹ് നഹ്ജുർ റഷാദിലൂടെ സാധിക്കും എന്ന് നമുക്കൊക്കെ തന്നെ ഉറപ്പുണ്ട്. സമൂഹം വിജ്ഞാനത്തെ ഏറെ കൊതിക്കുന്ന ഒരു കാലഘട്ടമാണ്. സമൂഹത്തിൻ്റെ വൈജ്ഞാനികമായ മുന്നേറ്റം, സമൂഹത്തിൻ്റെ എന്നല്ല ലോകം തന്നെ വൈജ്ഞാനികമായി വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വൈജ്ഞാനിക മേഖലയിൽ പുതിയതായിട്ടുള്ള പല പ്രവണതകളും പലതും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ട് വിജ്ഞാനത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. വിജ്ഞാനത്തെ കയ്യെത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ലോകത്ത് അല്ലാഹു അത്രമാത്രം വിജ്ഞാനത്തെ ലോകത്ത് വിതറിയിട്ടുണ്ട്. ഒരു സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ മാത്രമാണ് ഇപ്പോൾ മനുഷ്യൻ്റെ കൈകളിൽ എത്തിയിട്ടുള്ളത്. അല്ലാഹു ലോകത്തിന് നൽകുന്ന വിജ്ഞാനത്തെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല.
ഇന്നിപ്പോൾ മനുഷ്യ മനസ്സുകളിലേക്ക് അവൻ തന്നിട്ടുള്ളത് ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ മഹാസാഗരത്തിലെ ചെറിയ തുള്ളികൾ മാത്രമാണ്. അതുപോലും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ടെക്നോളജിക്ക് പോലും ഇപ്പോൾ അള്ളാഹു മനുഷ്യൻ നൽകിയിട്ടുള്ള വിജ്ഞാനത്തെ നമ്മുടെ ടെക്നോളജിക്ക് പോലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അതിലപ്പുറത്തേക്കാണ്. മാത്രമല്ല അള്ളാഹു തന്നെ അതിൻ്റെ അപ്ഡേഷൻ നിർവഹിക്കുന്നുമുണ്ട്. ടെക്നോളജി അല്ല വിജ്ഞാനത്തിൻ്റെ. ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയപ്പോൾ എല്ലാ അപ്ഡേഷൻ്റെ സമയമാണല്ലോ. അത് കമ്പ്യൂട്ടർ ഭാഷയാണ് അപ്ഡേഷൻ, എല്ലാത്തിൻ്റെയും നവീകരണം എന്നുള്ളത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഡിസംബർ 20-21 തീയതികളിലായി തൃപ്രയാറിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. തൃപ്പയാർ പ്രിയദർശിനി ഓഡിറ്റോറിയം നടക്കുന്ന പരിപാടിയിൽ 194 പുരുഷ പ്രതിനിധികളും 256 വനിതാ പ്രതിനിധികളും ഉൾപ്പെടെ 450ഓളം പേർ പങ്കെടുക്കും. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പ്രകടനവും തുടർന്ന് തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനവും നടക്കും. പ്രതിനിധി സമ്മേളനം MLA AC മൊയ്തീനും, പൊതുസമ്മേളനം മുൻ MLA KV അബ്ദുൾ ഖാദറും, ട്രേഡ് യൂണിയൻ സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫും ഉദ്ഘാടനം ചെയ്യും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ, KSTA സംസ്ഥാന പ്രസിഡന്റ് T സുധീഷ്, സെക്രട്ടറി K രാഘവൻ, വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, AFA STO ജില്ലാ സെക്രട്ടറി E നന്ദകുമാർ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് സെക്രട്ടറി IB ശ്രീകുമാർ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീജ CT, PCCG സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TM ലത, ദീപ ആന്റണി, ബിനോയ് മോഹൻ, സാജൻ ജോർജ്, K പ്രമോദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വലപ്പാട് GDMLP സ്കൂളിൽ നിന്ന് കൊടിമര ജാഥ ആരംഭിക്കുകയും പൊതുസമ്മേളന വേദിയായ തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘാടക സമിതി ചെയർമാൻ MA ഹാരിസ് ബാബു പതാക ഉയർത്തുകയും ചെയ്യുമെന്ന് തൃപ്പയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ട്രഷറർ വിനോദിനി T, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TV ചിത്രകുമാർ, സബ് ജില്ലാ പ്രസിഡന്റ് ദിനകരൻ MD, സംഘാടക സമിതി ചെയർപേഴ്സൺ MA ഹാരിസ് ബാബു, സംഘാടക സമിതി കൺവീനർ NK സുരേഷ് കുമാർ തുടങ്ങിയവർ അറിയിച്ചു. നീന്തലിലെ വേഗക്കാരിക്ക് അനുമോദനവുമായി തൃപ്രയാർ സർഗ സംസ്കൃതി. തൃശൂർ സെൻട്രൽ സഹോദയ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ നീന്തൽ മത്സരങ്ങൾ മാളയിൽ നടന്നതിൽ 5 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയ ചന്ദ്രാപിന്നി SN വിദ്യാഭവനിലെ വിദ്യാർത്ഥിനിയും മണപ്പുറത്തിന്റെ അഭിമാനവുമായ ധനിഷ്ഠ ജിംജിക്ക് അനുമോദനവുമായി തൃപ്പയാർ സർഗ സംസ്കൃതി. കഴിമ്പറത്തുള്ള വസതിയിൽ നടന്ന അനുമോദന ചടങ്ങ് നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാർ സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ആന്റോ തറയൻ, വാർഡ് മെമ്പർ PS രജിത്, VB പ്രഭാഷ്, സുജിത് പുല്ലാട്ട്, ലാൽ കച്ചില്ലം, നിത ജോൺ, ഭുവന, സിന്ധു, ഷീജ എന്നിവർ പ്രസംഗിച്ചു. രണ്ടാമത്തെ മകൾ ജാൻവി റിലേയിൽ 2 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയതിലും ഷാൾ അണിയിച്ച് അനുമോദിച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി ജിംജി സുമി ദമ്പതികളുടെ 3 മക്കളിൽ ധനുഷ്ഠയും ജാൻവിയും 8ാം ക്ലാസ്സും 4ാം ക്ലാസ്സും വിദ്യാർത്ഥികളാണ്. MLAയുടെ ജീവചരിത്രം അടങ്ങിയ പുസ്തകവും വിദ്യാർത്ഥിനികൾക്ക് സമ്മാനമായി നൽകി. പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാകാമറിയത്തിന്റെയും വിശുദ്ധ ഔസോപ്പ് പിതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടികയറി. തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ കൊടിയേറ്റം നടത്തി. ഡിസംബർ 26, 27, 28 തീയതികളാണ് തിരുനാൾ. 26 വെള്ളിയാഴ്ച രാവിലെ 6:30 ലത്തീച്ച്, വിശുദ്ധ കുർബാന, നൊവേന, പ്രസ്തുതേതി വാഴ്ച, തുടർന്ന് അമ്പ് വെഞ്ചിരിപ്പ് യൂണിറ്റുകൾക്ക് നൽകുന്നു. വൈകിട്ട് 10 യൂണിറ്റുകളിൽ നിന്നും അമ്പ് തിരിച്ച് പള്ളിയിൽ എത്തിച്ചേരുന്നു. 27 ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, വൈകിട്ട് 5 മാർക്കറ്റ് അമ്പ് ഗ്ലൂഡൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച് 10 പള്ളിയങ്കണത്തിൽ എത്തിച്ചേരുന്നു. തിരുനാൾ ദിവസമായ 28 ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ചെറിയാൻ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7 വർണ്ണമഴ, വൈകിട്ട് 7:30 പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേള, 29 രാവിലെ 6:30 മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, ഒപ്പീസ് എന്നിവയാണ് പരിപാടികൾ. വികാരി ഫാദർ ഡോക്ടർ ജോൺ മൂലൻ, ജനറൽ കൺവീനർ TV ജോയ്സൺ, പബ്ലിസിറ്റി കൺവീനർ PA ഡേവിസ്, ട്രസ്റ്റിമാരായ TA തോമസ്, PA ജോസ്, ജെയ്സൺ തട്ടിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. അഴീക്കോട് മുനക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ചിൽ ഡിസംബർ 20 മുതൽ 31 വരെ ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിക്കും. 20 രാവിലെ സംഘാടക സമിതി ചെയർമാൻ ET ടൈസൺ മാസ്റ്റർ MLA കൊടി ഉയർത്തുന്നതോടെ തിരുവുത്സവത്തിന് ആരംഭം കുറിക്കും. വൈകിട്ട് നടക്കുന്ന ഘോഷയാത്ര ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയിൽ അണിനിരക്കുന്ന മികച്ച വാർഡുകൾക്ക് ക്യാഷ് പ്രൈസ് നൽകും.
തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. തുടർന്നുള്ള 11 ദിവസം 2 വേദികളിലായി പരിപാടികൾ ഉണ്ടാകും. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ വീട് പണി ആരംഭിച്ചോ? ഇനി പലവിധ ഷോപ്പുകൾ കയറി അലയേണ്ട. തൃപ്പയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂമായ ബിൽടെക്കിൽ നിന്ന് കമ്മീഷൻ ഇല്ലാതെ വീടുപണിക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഡോർ ലോക്സ് ആൻഡ് ഹാർഡ്വെയർസ്, SS ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകും. ഇവിടെ നിന്നും വിലക്കുറവിൽ ഇടനിലക്കാരില്ലാതെ ഫിക്സഡ് പ്രൈസിൽ ബാർകോഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി സംതൃപ്തിയോടെ മടങ്ങാം. ബിൽടെക്, തൃപ്പയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം നിയർ തൃപ്പയാർ പോളി ജംഗ്ഷൻ. ഫോൺ 8590191910. വർദ്ധിച്ചുവരുന്ന കറണ്ട് ബില്ല് നിങ്ങൾക്കൊരു ബാധ്യതയാകുന്നുണ്ടോ? എങ്കിൽ ബോൾഡ് സ്കൈ എനർജിയെ സമീപിക്കുക. 25 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി 70% സബ്സിഡിയിൽ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുവഴി ഉയർന്ന കറണ്ട് ബില്ലിൽ നിന്നും മോചനം. സോളാർ ഇൻസ്റ്റാളേഷന് പുറമെ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ ഇൻവെർട്ടർ, വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ഹീറ്റർ, സ്ട്രീറ്റ് ലൈറ്റ് എന്നീ സേവനങ്ങൾക്കും സമീപിക്കുക. ബോൾഡ് സ്കൈ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്, തൃശൂർ, തൃപ്രയാർ. ഫോൺ 9961 689 932 8848 173421. Your perfect solar energy solution. നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം പരിണചർമ്മവും മണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാവഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. നീലകണ്ഠതപനീലകണ്ഠവുമതിൽ കുളഞ്ഞുര ഹിമാലയും ഭൂവിശോഭമഴിയും കരങ്ങളിൽ കമടമാരവകളും തുണി ശൂലപാണേ. Mahadeva Creations. വാർത്താ നേരം തുടരുന്നു. ശ്രീ ഗുരുവായൂരപ്പന് പാൽപായസം നിവേദിക്കാൻ 57 പവൻ കൊണ്ടുള്ള സ്വർണ്ണക്കുടം. ശ്രീ ഗുരുവായൂരപ്പന് പാൽപായസം നിവേദിക്കാൻ പുതിയ സ്വർണ്ണക്കുടം സമർപ്പിച്ച് വ്യവസായ ഗ്രൂപ്പ്. 57.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കുടം സമർപ്പിച്ചത് പ്രശസ്ത വ്യവസായ ഗ്രൂപ്പാണ്. രാവിലെ 12 പൂജ കഴിഞ്ഞ് ക്ഷേത്ര നട തുറന്ന സമയത്തായിരുന്നു സമർപ്പണം. ചടങ്ങിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ CR ലയിച്ചുമോൾ എന്നിവർ സന്നിഹിതരായി. വഴിപാടുകാർക്ക് കളഭവും കദളിപ്പഴവും പഞ്ചസാരയും തിരുമുടിമാലയും അടങ്ങുന്ന ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ദേവസ്ഥാനോത്സവവും ദക്ഷിണാമൂർത്തി സംഗീതോത്സവവും 20 ആരംഭിക്കും. വൈകിട്ട് 7 ദേവസ്ഥാനോത്സവത്തിന് കൊടിയേറും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവം 28 സമാപിക്കും. ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ ജയപ്രകാശ് ശർമ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UDFന്റെ നേതൃത്വത്തിലുള്ള പുതിയ കോർപ്പറേഷൻ ഭരണസമിതി അധികാരമേറ്റാൽ ഉടൻ നഗരത്തിലെ റോഡുകളിലെ കുഴികൾ അടയ്ക്കുന്ന മൊബൈൽ യൂണിറ്റ് തുടങ്ങുമെന്ന് നിയുക്ത കൗൺസിലർ ലാലി ജെയിംസ് പറഞ്ഞു. തൃശൂർ KSRTC റോഡിൽ കട്ടവിരിക്കൽ ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ലാലി ജെയിംസ്. റോഡുകളുടെ ഗുണനിലവാരം സംബന്ധിച്ച് പരിശോധനയും മോണിറ്ററിംഗ് മോം കഴിഞ്ഞ് 10 വർഷമായി നടക്കുന്നില്ലെന്നും ഈ ഭരണസമിതി ചുമതലയേറ്റാൽ ഉടൻ KSRTC റോഡിന്റെ നിർമ്മാണത്തിൽ ശക്തമായി ഇടപെടുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് സജീവ നടത്തറ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സുരേഷ് K. കരുൺ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജീവ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഷീല ഹരിദാസ്, ജില്ലാ ട്രഷറർ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണശങ്കടവ് മാർക്കറ്റിൽ വെച്ച് യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച 2 പേർ അറസ്റ്റിൽ. കണ്ടശങ്കടവ് മാർക്കറ്റിൽ വെച്ച് യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 2 പേരാണ് അറസ്റ്റിലായത്. കണ്ടശങ്കടവ് സ്വദേശി വന്നേരി വീട്ടിൽ ആദർശ്, ആറാങ്കല്ല് സ്വദേശി തച്ചാമ്പറമ്പിൽ വീട്ടിൽ പ്രദു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രി 10:45 കണ്ടശങ്കടവ് മാർക്കറ്റിൽ വെച്ച് പ്രതികളിൽ ഒരാളുടെ അനുജന്റെ കയ്യിൽ കയറി പിടിച്ചതിലുള്ള വൈരാഗ്യത്താൽ കണ്ടശ്ശേരി സ്വദേശി മടശ്ശേരി വീട്ടിൽ ജിനോ എന്നയാളെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും.
ചന്ദ്രാപിന്നിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ചന്ദ്രാപിന്നി കണ്ണമ്പള്ളിപ്പുറം സ്വദേശി വല്ലോറ വീട്ടിൽ ശ്രീജിത്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് 6:45 പ്രതിയുടെ വീട്ടിൽ മറന്നുവെച്ച ഹെൽമെറ്റ് എടുക്കുന്നതിനായി വീട്ടിലേക്ക് ചെന്ന എടമുണ്ട സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ അസ്ഫറിനെയാണ് അരിവാള് കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പ്രതി അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വെർച്വൽ അറസ്റ്റിലൂടെ തൃശൂരിൽ വയോധികയുടെ 14 ലക്ഷം രൂപ തട്ടാൻ ശ്രമം. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ സ്വദേശിനി അക്കൗണ്ടിലെ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാലസ് റോഡിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിലെത്തിയത്. 14 ലക്ഷം രൂപ അയക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ അയക്കേണ്ട അക്കൗണ്ടിലും ഇടപാടിലും സംശയം തോന്നിയ ജീവനക്കാരൻ ആൽവിൻ ബ്രാഞ്ച് മാനേജർ PS സുബ്രഹ്മണ്യനെ വിവരം അറിയിക്കുകയായിരുന്നു. സംശയത്തെ തുടർന്ന് ഇടപാട് നടത്താൻ ബാങ്ക് തയ്യാറായില്ല. എന്നാൽ ഇടപാട് തുടങ്ങാൻ അക്കൗണ്ട് ഉടമ നിർബന്ധിക്കുകയായിരുന്നു. പരിഭ്രമവും പേടിയും ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇടപാട് തുടരാതെ ബാങ്ക് അധികൃതർ സൈബർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വെർച്വൽ അറസ്റ്റാണെന്ന് കണ്ടെത്തിയത്. ബാങ്ക് അധികൃതരുടെ ജാഗ്രതയും ഉത്തരവാദിത്വപരമായ സമീപനവും മൂലമാണ് ഉപഭോക്താവിന്റെ പണം സുരക്ഷിതമാക്കാൻ സാധിച്ചത്. ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. സമാന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന സൈബർ നമ്പറിൽ ബന്ധപ്പെടുക. കോടശ്ശേരി കുറ്റിച്ചിറ വില്ലേജ് ജംഗ്ഷനിൽ 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായ പിന്നീട് ചത്തു. 3 നായ്ക്കൾക്ക് കൂടി കടിയേറ്റിട്ടുണ്ട്. തെക്കിനിയടത്ത് വർഗീസ്, ജോസ് പരീപ്പാടൻ, ശശി മരോട്ടിപ്പറമ്പിൽ, സുബ്രൻ ഐക്കരപ്പറമ്പിൽ എന്നിവർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റവർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചത്ത നായയെ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും. വടക്കാഞ്ചേരിയിലെ പുതുരുത്തിയിൽ അംഗനവാടിയിലെ കുട്ടികൾക്കും ഹെൽപ്പർക്കും കടന്നൽ കുത്തേറ്റു. മഹിളാ സമാജം 166 നമ്പർ അംഗനവാടിയിലെ 4 കുട്ടികൾക്കും ഹെൽപ്പർ ശോഭനയ്ക്കുമാണ് കടന്നൽ കുത്തേറ്റത്. ഇവരെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സമയം 8 കുട്ടികളാണ് അംഗനവാടിയിൽ ഉണ്ടായിരുന്നത്. സമീപത്തെ പറമ്പിലെ പ്ലാവിൻകൊമ്പിലെ കടന്നൽ കൂടിളകി അംഗനവാടിയുടെ പുറത്തു നിൽക്കുകയായിരുന്ന 4 കുട്ടികളെ ആക്രമിക്കുകയായിരുന്നു. കെട്ടിടത്തിനകത്തേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടെ കുട്ടികൾക്കും ഹെൽപ്പർക്കും കടന്നൽ കുത്തേറ്റു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരോട്ടിച്ചാലിൽ ബസ്സുടമയുടെ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് തൃശൂർ ജില്ലാ അഡീഷണൽ കോടതി കണ്ടെത്തി. പ്രതികളായ ഷെറി, അനൂപ്, മോനായി, പ്രകാശൻ എന്നിവരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത്. ഇവർക്കുള്ള ശിക്ഷ ശനിയാഴ്ച വിധിക്കും. 2010 ജൂലൈ 4 കേസിനാസ്പദമായ സംഭവം. തർക്കത്തെ തുടർന്ന് ഗോൾഡ് സ്റ്റാർ ബസ്സുടമ ബിജുവിന്റെ അനുജൻ റിജുവിനെ പ്രതികൾ സംഘം ചേർന്ന് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് മനക്കൊടിയിൽ യുവതിയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പൊന്നാനി കോട്ടത്തറ സ്വദേശിനി കളരിപ്പറമ്പിൽ വീട്ടിൽ അമൃതയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് എടപ്പാൾ സ്വദേശി കളരിപ്പറമ്പിൽ ജിതിൻ പ്രകാശിനെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെട്ടുകാട് ചെറുകുന്നിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി റോഡിൽ വീണു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരമാണ് പുത്തൂർ വെട്ടുകാട് റോഡിലേക്ക് വീണത്. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലത്തെ തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടം, 3 പേർക്ക് പരിക്കേറ്റു. ചാമക്കാല നഹ്ജൂർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആത്മീയ സമ്മേളനം നടത്തി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഡിസംബർ 20, 21 തീയതികളിലായി തൃപ്രയാറിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.